നീ എവിടെയായിരുന്നു? നീ തിരിച്ചോടുത്ത് കിടക്കാത്ത ജാതി. വേറെ കോഴിക്കോട്ട് വിട്ടില്ലേ? ബാപ്പ അത് ഒന്നും പറയണ്ട. വേഗം കൂപ്പിലേക്ക് ചെന്ന് മരമുറി നിർത്താൻ പറ. നീ ചെല്ല്. എന്തിനാ എന്നോട് വരാൻ പറഞ്ഞേ? അതെ, എന്നെ ബാപ്പ കോഴിക്കോട്ട് അയച്ചെന്തിനാന്നറിയോ? അവിടുത്തെ മില്ലിലെ ഈർച്ച നോക്കി വരാൻ. ബാപ്പനെ മരക്കച്ചവടത്തിന് ഇടുക. നന്നായിക്കണേ. ഈ കണ്ട കുണ്ടന്മാരുടെ കൂട്ടത്തിൽ കൂത്തുമറ നടക്കണം നിൽക്കുമല്ലോ. എന്റെ സ്നേഹിതന്മാരെ കുറ്റം പറയണ്ട, അവരൊക്കെ എന്നെക്കാൾ നല്ലവരാ. ആ അത് പോട്ടെ, കൈ നീട്ട്. എന്താ മന്ത്രിച്ചൂതിയ മോതിര. മന്ത്രിച്ചൂതിയതോ? ഞാൻ ഇനി കല്ലായിലെ പാണ്ഡ്യാലയിലും കൂപ്പിലുമായി ചുറ്റുമ്പോ ഇതുപോലെ നിന്നെ കാണാൻ പറ്റുന്ന വരില്ല. അതിനിടയിൽ നിന്റെ മനസ്സിൽ മറ്റൊരുത്തം കടന്നുകൂടാതിരിക്കാനാ ഇത്. നിങ്ങൾ അങ്ങനെ എന്നെ കണക്കാക്കിയത് ഈ മോതിരല്ലെങ്കിൽ? സൈനു, ഞാനൊരു തമാശ പറഞ്ഞല്ലേ? സുല്ലു സുല്ലു. ഈയക്കോൽ പോലെ തണുത്ത വിരലേലും പ്രേയാന്റെ കയ്യേന്തി പേലവാങ്കി നമ്പൂരിശ്രീ ആയിട്ടും ആ പൊലയഞ്ചാത്തിനെ കല്യാണം കഴിച്ചോള്. ഉവ് ഗാന്ധർവ. തീയ വലം വെച്ചവനെ നയിച്ചു തൻ പായിൽ ശയിപ്പിച്ചു താൻ ശയിച്ചാൾ. ഉണ്ണേ, ഇവിടെ വരൂ, ചോദിക്കട്ടെ. എവിടെ ആയിരുന്നു ഇയാൾ 2 ദിവസമായിട്ട്? എവിടെ ആയിരുന്നു എന്നാ ചോദിച്ചേ? അച്ഛൻ ചോദിച്ചു കേട്ടില്ലേ നീ? എന്തിനാ ചോദിക്കണേ? ഈ മടയിൽ കിടന്ന് മരവിച്ചിട്ടാ മനുഷ്യനൊന്ന് പുറത്തിറങ്ങണേ. ഇത്തിരി കാറ്റും വിളിച്ചോ കൊള്ളാൻ. ഓ, വീട്ടിന് ഉപകാരമില്ലാതെ ഊര് കണ്ട് നടക്കുകയല്ലേ നീ? നിന്റെ പ്രായത്തിലുള്ള ചെറുപ്പക്കാരൊക്കെ ഇത് തന്നെയാണോ ചെയ്യുക? അല്ല, ഇവിടെ ശൂദ്രനും പുലയനും പണിയനും ഏത് പണിയും ചെയ്യാം. എനിക്കത് കിട്ടില്ല. കണ്ടം കളയ്ക്കാനോ വേലി കെട്ടാനോ ഭാരം ചുമക്കാനോ എന്നെ ആരും വിളിക്കില്ല. എന്താ കാരണം എന്നറിയോ? 7-ാം വയസ്സിൽ ഉപനയന ദിവസം നിങ്ങൾ എന്റെ ദേഹത്ത് ചുറ്റിയിട്ട ഈ മുഷിഞ്ഞ മൂല. ഇല്ലം പോയി, തെരുവും പോയി, എന്നിട്ടും പുറത്തുള്ളവരെ വിളിക്കുന്നത് ഇല്ലത്തെ തിരുമേനിന്ന. പരിഹാസം അല്ലാണ്ട് എന്താ? ഒക്കെ സഹിക്കാം. എന്നിട്ട് ഇവിടെ എത്തുമ്പോ വേറെ. ഉണ്ണി, നീ ആരോടെ തർക്കിക്കണേ? അച്ഛനെ വേദനിപ്പിച്ച ദൈവദോഷം കിട്ടില്ലേ നിനക്ക്? ഒക്കെ ഞാൻ സഹിച്ചോളാം. എനിക്ക് വിശക്കുന്നു. എന്താ വെച്ചാ തരിക. ഇവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ നിങ്ങളിവിടെ ഇരുന്ന് പഴുക്കായിരുന്നോ? അല്ലടാ, നിലവറയിലെ താക്കോല് കാണാനിട്ട. കിട്ടിയ പാൽപ്പായസമോ അടപ്രഥമനോ കൊഴുക്കട്ടയോ എന്താ അച്ഛമ്മ ഉണ്ടാക്കി തരാം. സാവിത്രി ഇല്ലേ അവിടെ? എന്റെ രാമായണം എടുത്തു തരാൻ പറയൂ. സാവിത്രി അച്ഛൻ വിളിക്കണു രാമായണം എടുത്തു കൊടുക്കാൻ. ഇന്നിവിടെ ആഹാരമൊന്നും വെച്ചിട്ടില്ലല്ലോ. വലിയ വകുപ്പുകൾക്ക് കൃഷ്ണപ്പാട്ട് കൊടുക്കും, ചെറിയ വകുപ്പൊക്കെ മഹാഭാരതമാവട്ടെ. എനിക്ക് ഭഗവത്ഗീതയോ നാരായണീയമോ ആരും ഉച്ചപ്പട്ടിണി കിടക്കണ്ട. വായിച്ചങ്ങോട്ട് വയറ് നിറയ്ക്കാം. അങ്ങനെ പറയരുതുണ്ണി. എന്നും കാലത്ത് നേരത്തെ എണീറ്റ് പോകും അച്ഛൻ കുടിയമ്മാട്ടെടുത്ത്. ഒന്നും കിട്ടാറില്ല. പിന്നെ എന്താ ചെയ്യാ? ആരോടെങ്കിലും വായ്പ മേടിച്ച് ഇത്തിരി കഞ്ഞി വെച്ചുകൂടായിരുന്നു നിങ്ങൾക്ക്? തിരിച്ചു കിട്ടില്ലെന്ന് പറഞ്ഞ ആരെ വായ്പ തരും? അടുപ്പിന്നത്തെ തീയിട്. ഇന്ന് തീ കൂട്ടിയിട്ടില്ല. ഹലോ, നമസ്കാരം. ഞാൻ വരണം. എന്തൊക്കെ വിശേഷം? സുഖമാണല്ലോ? അലക്സിന് സ്വന്തമായിട്ടൊരു ബിസിനസ്സായി. ഇനി ജെയിംസ് ഇങ്ങനെ വീട്ടിൽ വെറുതെ ഒത്തിരുന്നാൽ മതി. ബാംഗ്ലൂരിൽ ബോട്ടിങ്ങിനുള്ള ഒരു ലൈസൻസ് ഞാൻ വിചാരിച്ചാ വാങ്ങിച്ചു കൊടുക്കാൻ സാധിക്കും.